നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒന്നാണ് ഉറക്കം. എന്നാൽ ആ ഉറക്കം ഇപ്പോൾ ഓപ്ഷണലായി പോകുന്നുണ്ടോ? ഉണ്ടോ? നമുക്ക് ചോദിക്കാം. നമ്മളോടൊപ്പം ഉള്ളത് ലൈഫ് കോച്ച് ആൻഡ് മൈൻഡ് ട്യൂണർ അനിൽകുമാർ PC. വെൽക്കം ടു ദ ഷോ. താങ്ക് യു. ഈ പെർഫെക്റ്റ് സ്ലീപ്പ് ഫോർ പെർഫെക്റ്റ് മെൻ്റൽ ഹെൽത്ത് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ എന്താണ് സ്ലീപ്പ് ഇപ്പോൾ ഓപ്ഷണലായി പോകുന്നുണ്ട് എന്നൊരു മൈൻഡ് ട്യൂണർക്ക് തോന്നുന്നുണ്ട്? ഒരുപാട് കാലങ്ങൾ പിന്നിലേക്ക് നമ്മൾ ചിന്തിച്ചു നോക്കിക്കഴിഞ്ഞാൽ 7 മണി കഴിഞ്ഞാൽ നമ്മൾക്ക് മണ്ണെണ്ണ അണയ്ക്കണമായിരുന്നു, ഉറങ്ങണമായിരുന്നു. നമുക്ക് ഇലക്ട്രിസിറ്റി എല്ലായിടത്തും എത്തിയോടുകൂടെ നൈറ്റിനെ ഡേ ആക്കാൻ നമുക്ക് പറ്റി. അതായത് നൈറ്റ് ലൈഫ് എൻജോയ് ചെയ്യാനാണ് കൂടുതൽ താല്പര്യം. ഇപ്പൊ നോക്കൂ, നല്ല വേനൽക്കാലത്ത് ചൂടില്ലാതെ നമുക്കൊന്ന് പുറത്തിറങ്ങി എൻജോയ് ചെയ്യണമെങ്കിൽ രാത്രി പുറത്തിറങ്ങാനാണ് നമ്മൾ പ്രിഫർ ചെയ്യുക. പക്ഷെ പ്രശ്നം എവിടെ കിടക്കുന്നതെന്ന് വെച്ചാൽ, നമ്മുടെ ബോഡി സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത്, നേച്ചർ നമ്മുടെ ബോഡിയെ ഉണ്ടാക്കിയിരിക്കുന്നത് രാത്രിയിൽ എന്ത് ചെയ്യണം, പകലിൽ എന്ത് ചെയ്യണം എന്നൊക്കെ അതിനകത്ത് തന്നെ ഒരു സിസ്റ്റം ഉണ്ട്. ആ സിസ്റ്റത്തിന് എഗെയിൻസ്റ്റായിട്ട് നമ്മൾ കുറച്ചൊക്കെ പോകാൻ പറ്റും. നമുക്ക് ഒരുപാടായി കഴിഞ്ഞാൽ അത് നമുക്ക് എതിരെ തിരിയും. നിങ്ങളുടെ ബോഡിയെ നിങ്ങൾ ഏത് രീതിയിൽ ട്രീറ്റ് ചെയ്തു എന്നുള്ളതിനനുസരിച്ച് ബോഡി തിരിച്ചും ട്രീറ്റ് ചെയ്യാൻ തുടങ്ങും, നമുക്ക് പണി തരാൻ തുടങ്ങും. പണി തരിക എന്ന് പറയാം. അപ്പോൾ ഞാൻ എപ്പോഴും പറയുന്നൊരു കാര്യമുണ്ട്, ഉറക്കം ഓപ്ഷണലായ ഒരു കാര്യമല്ല, ഉറക്കം ഒരു മാൻഡേറ്ററി ആയിട്ടുള്ള കാര്യമാണ്. ഉറക്കം ഒരു ക്രിയേറ്റീവ് പ്രോസസ്സാണ്, അതാദ്യം മനസ്സിലാക്കണം. എന്നോട് ചില ആളുകൾ എങ്കിലും ഏതൊക്കെയോ സ്ഥലത്ത് വെച്ച് പറഞ്ഞ ഒരു വാക്കുണ്ട്, ഞാനിങ്ങനെ ഓർക്കണം ഇപ്പം അത്, ഉറങ്ങി സമയം പാഴാക്കുവാണ് സാർ ഇവൻ. ഇങ്ങനെയൊക്കെ ചില മക്കളെയും കൊണ്ട് വന്നിട്ടോ അല്ലെങ്കിൽ ആരെയും കൊണ്ടൊക്കെ വന്നിട്ട് ഇങ്ങനെ പറയാം, ഉറങ്ങി സമയം പാഴാക്കുവാണ് എന്ന്. അതായത് നമ്മൾ പൊതുവേ കേട്ടിട്ടുള്ളത് ഉറക്കം എന്നുള്ളത് ഒരു സമയം പാഴാക്കലാണെന്ന ഒരു അറിവില്ലാത്ത കാലത്ത് ആരൊക്കെയോ പറഞ്ഞുണ്ടാക്കിയൊരു വാക്കാണത്. ഉറക്കം സമയം പാഴാക്കലല്ല. ഇത് അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ ഇതിൻ്റെ ഒരു സയൻറ്റിഫിക് രീതി എന്താണെന്ന് പറഞ്ഞു തരട്ടെ. നമ്മുടെ ബ്രെയിനിന് 2-3 ഫങ്ഷൻസ് ഉണ്ട്. ഉണർന്നിരിക്കുന്ന സമയത്ത് നമ്മുടെ ബ്രെയിൻ ടെമ്പററി മെമ്മറിയിലേക്ക് ഡാറ്റ കളക്ട് ചെയ്യുന്നു. ഇപ്പോൾ പകലിൽ ഞാനും അനീഷയും തമ്മിൽ കണ്ടുമുട്ടി അല്ലേ? ഇന്ന് രാത്രി ഉറങ്ങുമ്പോഴാണ് നമ്മൾ കണ്ടുമുട്ടിയപ്പോൾ ഉണ്ടായ ഇതിലെ വളരെ ആവശ്യമുള്ള പല കാര്യങ്ങളും ഉണ്ടാവില്ലേ ലൈഫ് ലോങ്ങിലേക്ക്, അതിനെ നമ്മുടെ ബ്രെയിൻ പ്രോസസ്സ് ചെയ്ത് ലോങ് ടേം മെമ്മറിയിലേക്കും മറ്റും ഷിഫ്റ്റ് ചെയ്യുന്ന ഈ സോർട്ടിംഗ് പരിപാടി ഇന്ന് രാത്രി അനീഷ ഉറങ്ങുമ്പോഴാണ് സംഭവിക്കുക. അപ്പോൾ ഒരു ദിവസത്തിൻ്റെ പകലിൽ ആ മനുഷ്യൻ്റെ തലച്ചോറ് എന്ത് ഡാറ്റാസ് ഉള്ളിലേക്ക് എടുത്തോ, കാഴ്ചയായും കേൾവിയായും മറ്റും എന്ത് ഡാറ്റാസ് ഉള്ളിലേക്ക് എടുത്തോ, ആ ഉള്ളിലേക്ക് എടുത്ത സാധനങ്ങളെ പ്രോസസ്സ് ചെയ്ത് ഫിൽട്ടർ ചെയ്ത് കൃത്യമായി സൂക്ഷിക്കുന്ന പണി ചെയ്യുന്ന പരിപാടിയാണ് ഉറങ്ങുമ്പോൾ സംഭവിക്കുന്നത്. കോൺഷ്യസിൽ നിന്നും അത് അൺകോൺഷ്യസിലേക്കും സബ് കോൺഷ്യസിലേക്കൊക്കെ ചരക്ക് നീക്കം സംഭവിക്കുന്ന സമയമാണ് ഉറക്കം. അപ്പോൾ ഒരു മനുഷ്യൻ മര്യാദയ്ക്ക് ഉറങ്ങിയാൽ മാത്രമേ ഈ സ്റ്റോറിങ് പെർഫെക്റ്റ് ആവുള്ളൂ, മൈൻഡ് ഇങ്ങനെ അലൈൻഡായിട്ട് സ്റ്റോർ ആവുള്ളൂ. അപ്പോൾ ഞാൻ പഠിക്കുന്ന കുട്ടികളോടൊക്കെ പറയാറുണ്ട്, നിങ്ങളുടെ പരീക്ഷ, മെയിനായിട്ടുള്ളൊരു പരീക്ഷ നാളെ വരാൻ പോവുകയാണെങ്കിൽ ഇന്ന് നിങ്ങൾ ചെയ്യേണ്ട പ്രധാന പരിപാടി സൂപ്പറായി ഉറങ്ങുക എന്നുള്ളതാണ്. അല്ലാതെ ഉറക്കൊഴിച്ചിരുന്ന് പഠിച്ച് തിരിച്ച് നമ്മൾ എക്സാമിനേഷൻ ഹാളിൽ പോയിരുന്നു കഴിഞ്ഞാൽ ഒരു മെമ്മറിയും പ്രോപ്പറായി റീകോൾ ആവില്ല. കാരണം പഠിച്ച ശേഷം ഒന്ന് ഉറങ്ങുമ്പോഴാണ് ഈ പഠിച്ചത് ഡീപ്പ് മെമ്മറിയിലേക്ക് സ്റ്റോർ ആവുന്നുള്ളൂ. ഉറക്കത്തെ നഷ്ടപ്പെടുത്തി പഠിക്കരുത്, ഉറക്കത്തെ നഷ്ടപ്പെടുത്തി സക്സസ് ഉണ്ടാക്കാൻ നോക്കരുത്, ഉറക്കത്തെ നഷ്ടപ്പെടുത്തി എൻജോയ് ചെയ്യാൻ പോകരുത്. വൈ? കുറച്ചു വർഷങ്ങൾക്കപ്പുറം നിങ്ങളുടെ ശരീരവും മനസ്സും ഉറക്കത്തിന് പകരം ചോദിക്കുന്ന പ്രതികാര ജീവികളായി മാറും. അപ്പോൾ ഈ ബോഡി ക്ലോക്ക് എന്നൊക്കെ പറയുന്നത് എങ്ങനെയാണ്? അതെങ്ങനെയാണ് നമ്മുടെ ഉറക്കമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നത്? അതിനാണ് നമ്മൾ സർക്കാഡിയൻ റിഥം എന്ന് പറയും. സർക്കാഡിയൻ റിഥം എന്ന് പറഞ്ഞാൽ സൂര്യപ്രകാശവുമായി പ്രതിപ്രവർത്തിപ്പിച്ചുകൊണ്ട് നമ്മുടെ ശരീരം വെളിച്ചത്തിനെയും ഇരുട്ടിനെയും ഡിറ്റക്ട് ചെയ്യുന്ന ചില ഡിറ്റക്ടേഴ്സ് ഉണ്ട് നമ്മുടെ ബോഡിയിൽ. ഈ വെളിച്ചത്തിനെയും ഇരുട്ടിനെയും, അത് സൂര്യനാണ് ഇതിൻ്റെ അടിസ്ഥാനം. സൂര്യനെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ട് നമ്മുടെ ബോഡി പ്രവർത്തിക്കുന്നു. ഒരു 24 hour ക്ലോക്ക് പോലെ പ്രവർത്തിക്കുന്ന ഒരു ബയോളജിക്കൽ ക്ലോക്ക് ഉണ്ട്. ഇതിനാണ് നമ്മൾ ബയോളജിക്കൽ ക്ലോക്ക് അല്ലെങ്കിൽ സിർക്കാഡിയൻ റിഥം എന്നതിനെ വിളിക്കും. ഈ റിഥത്തിന് പ്രകൃതിയുമായുള്ള ശരീരത്തിൻ്റെ ഈ താളത്തെ ആണ് നമ്മൾ വിളിക്കുന്നത്. ഇതിന് കൃത്യമായിട്ട് അറിയാം എത്ര മണിക്ക് ഉറങ്ങണം, എത്ര മണിക്ക് ഉണരണം, എപ്പോൾ വിശക്കണം, എപ്പോൾ ടയേർഡാവണം. ഇതൊക്കെ നമ്മളുടെ ബോഡി നമുക്കൊരു സിഗ്നൽ തരും. പക്ഷെ നമ്മൾ ഇതിനെ, ആ സിഗ്നലിനെ പോലും ശ്രദ്ധിക്കാതെ ഫോഴ്സ്ഫുള്ളി ബോഡിയെ ടോർച്ചർ ചെയ്തിട്ടൊക്കെയാണ് ഇന്ന് നമ്മൾ ആസ്വദിക്കുന്നതും വർക്ക് ചെയ്യുന്നതും ഒക്കെ. അപ്പോൾ നമ്മുടെ സർക്കാഡിയൻ റിഥം തകരാറിലാവില്ലേ? അപ്പോൾ ഏതുവരെ അവസരം ചിലപ്പോൾ നമുക്കിനി പിന്നെ കിട്ടിയില്ലെങ്കിലോ എന്ന് പറഞ്ഞിട്ട് ആണ് പോകുന്നത്.
പക്ഷേ ഇത് കണ്ടിന്യൂ ആയിട്ട് നമ്മുടെ സിർക്കാഡിയൻ റിതം ഇങ്ങനെ ഡിസ്റ്റർബ് ആകുമ്പോൾ ഒരു പോയിന്റ് വരെ നിങ്ങൾക്കിത് കൊണ്ടുപോകാൻ പറ്റും. ഏത് വരെ എന്നറിയോ? ഇപ്പം നിങ്ങളൊരു 11-12 മണിക്ക് പോയി കിടക്കുക, അല്ലെങ്കിൽ 1 മണിക്കാണ് കിടക്കുന്നത്. ഇപ്പം അങ്ങനെയാണല്ലോ കൾച്ചർ. 1 മണി 2 മണിയൊക്കെയാണ് ഇപ്പോൾ ഉറക്കം. അപ്പോൾ ഉറങ്ങിയിരുന്നല്ലോ, 12 മണിക്ക് 1 മണിക്ക് കിടക്കുന്ന ഒരാൾ ഉറങ്ങുന്നുണ്ടല്ലോ, അത് ഉറങ്ങാതെ ഇങ്ങടാവും. ആ ഈ 1 മണിക്ക് കിടന്ന ഉറക്കം വരണ്ടേ? വരില്ല. അവിടെ ഉറങ്ങാൻ പറ്റില്ല നമുക്ക്. നമ്മളിങ്ങനെ ഭയങ്കര അലേർട്ടായിരിക്കും. ഉറക്കം നമ്മളെ കടാക്ഷിക്കില്ല, ഉറക്കത്തിന്റെ ബ്ലെസ്സിങ്സ് നമുക്ക് കിട്ടില്ല. അപ്പോൾ നമുക്ക് കിടന്നിടത്ത് കിടന്ന് ടെൻഷൻ ആവാൻ തുടങ്ങും. പക്ഷേ എന്താ എനിക്ക് ഉറക്കം വരാത്തത്? ആ സ്ട്രെസ് വരാനുള്ള ഉറക്കത്തെയും കൂടെ കളയും. പിന്നെ ഒരിക്കലും ഉറക്കം വരില്ല. ഇങ്ങനെ എത്ര ആളുകളുണ്ടെന്നറിയോ? കിടന്ന് നേരം വെളുപ്പിക്കുന്നവരുണ്ട്, ഉറക്കം വരില്ല. അത് ഒരു കാലം അത്രയും നമ്മൾ ഈ സിർക്കാഡിയൻ ഋതത്തിനെയും മറ്റും ടോർച്ചർ ചെയ്തതിൻ്റെ റിഫ്ലക്ഷൻ കുറച്ച് കാലം കഴിയുമ്പോൾ മെച്യൂരിറ്റി ആയിട്ട് തിരിച്ചു വരും. അത് FD മെച്യൂരിറ്റി പോലെയാണ്. അപ്പോൾ നമ്മൾക്കത് പണി കിട്ടും. നമ്മുടെ ബോഡിയുടെ ഒരു കെമിക്കൽ സിസ്റ്റം ഉണ്ട് ഉറക്കത്തിൻ്റെ, അതും തകരാറിലായിട്ടുണ്ടാവും. അങ്ങനെയായിരിക്കും ഈ മെലാറ്റോണിനോടൊക്കെ അല്ലേ അവരതെടുക്കാൻ തുടങ്ങുന്നത് അപ്പോഴായിരിക്കും. ഈ ഒരു അത് എടുക്കുന്നത് കൊണ്ട് പിന്നെ എടുക്കാം. മെലാറ്റോണിൻ മെഡിസിൻസ് ആണ് പൊതുവെ സ്ലീപ്പിങ്ങിന് നമ്മൾ ഡോക്ടേഴ്സ് എഴുതുന്ന, സൈക്യാട്രിസ്റ്റുകൾ എഴുതുന്നതൊക്കെ മെലാറ്റോണിൻ മെഡിസിൻസ് ആയിരിക്കും. ബട്ട് നമ്മൾ എപ്പോഴും ചിന്തിക്കേണ്ടത് ഏതൊരു സാധനത്തിനും ഒരു നാച്ചുറൽ വേ ഉണ്ട്, ഒരു കൃത്രിമമായ വഴിയുണ്ട്. നമുക്ക് ഒരിക്കലും ഉറക്കം വരുന്നില്ലെങ്കിൽ മെലറ്റോണിൻ കഴിച്ച് ഉറങ്ങുക എന്നുള്ളതിനെ വഴിയുള്ളൂ. ബട്ട് മെലറ്റോണിൻ എന്നുള്ളത് നമ്മുടെ ബോഡിയുടെ ഒരു നാച്ചുറൽ പ്രോസസ്സാണ്. നമ്മുടെ നാവിൽ ഉമിനീരുണ്ടാവുന്നത് പോലെ നമുക്കൊരു വളരെ രുചികരമായൊരു ഭക്ഷണം നമ്മുടെ മുന്നിൽ വന്നിരിക്കുമ്പോൾ നമ്മുടെ നാവിൽ ഉമിനീരുണ്ടാവാൻ ഒരു മെഡിസിൻ കഴിക്കണം എന്നുള്ള അവസ്ഥ ഉണ്ടെങ്കിൽ ചിന്തിച്ചു നോക്കി എങ്ങനെ ഉണ്ടാവും. നാവിൽ ഉമിനീരുണ്ടാവുന്നത്, സലൈവ ഉണ്ടാവുന്നത് ഭക്ഷണം കാണുമ്പോൾ കൊതി ഉണ്ടാകുമ്പോൾ നാച്ചുറലായി സംഭവിക്കേണ്ട ഒരു സാധനമല്ലേ? എങ്ങനെ നാവിൽ ഉമിനീരുണ്ടാവുന്നോ അതുപോലെ നമ്മൾക്ക് ബോഡിയിലെ എല്ലാ കെമിക്കൽസും ആക്റ്റീവ് ആവേണ്ടതാ. അതിനൊരു നാച്ചുറൽ സിസ്റ്റം ഉണ്ട്. ഈ സിസ്റ്റത്തിനെ നമ്മൾ കൊണ്ടുപോയി ടോർച്ചർ ചെയ്തു. അതുകൊണ്ട് പിന്നെ മെഡിസിൻ വേണ്ടി വരുന്നത്. അപ്പോൾ ഈ മെലറ്റോണിൻ കറക്റ്റായിട്ട് നമ്മൾ നമ്മുടെ ബോഡിയിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നുണ്ടെങ്കിൽ ഉറക്കത്തിൻ്റെ കാര്യത്തിൽ നമ്മൾ ഓക്കെ ആവോ? അപ്പോൾ ഉറക്ക ഗുളികയൊക്കെ കഴിച്ച് ഉറങ്ങുന്നതിനേക്കാൾ ഭേദം ആദ്യം ഞാൻ പരീക്ഷിച്ച് നോക്കാവുന്ന 2 ഐഡിയാസ് പറഞ്ഞുതരാം. ഉറക്കം മാൻഡേറ്ററി ആണ്. ഉറക്കത്തെ നമ്മൾ മൈൻഡിൽ കണ്ടുകൊണ്ട് വേണം നമ്മുടെ ഡേയും നൈറ്റും ഒക്കെ പ്ലാൻ ഇടാൻ. കുറച്ച് കാര്യങ്ങളൊന്ന് ഇപ്പോൾ ഇതാരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ അവർക്ക് വേണമെങ്കിൽ പ്രാക്ടീസ് ചെയ്യാം. ഉറക്കം തീരെ ഇല്ല, പിന്നെ ഉറക്കം കുറച്ച് ദിവസം തീരെ ഇല്ലാതെ ആകുമ്പോഴേക്കും എന്ത് സംഭവിക്കുന്നത് വെച്ചാൽ ചിന്തിക്കാനുള്ള ഒരു ക്ലാരിറ്റി പോവും, ബ്രെയിൻ ഫോഗ് ഉണ്ടാവും, പ്രോപ്പറായി ചിന്തിക്കാൻ പറ്റില്ല, ഉഷാറ് പോകും, എപ്പോഴും ഡ്രോസിയാവും. നമ്മുടെ മെൻ്റൽ ഹെൽത്തിനെയൊക്കെ അത് ബാധിക്കും. അപ്പോൾ കുറച്ച് കാര്യങ്ങളൊന്നും വളരെ ശ്രദ്ധിച്ചാൽ ഉറക്കം ഓക്കെ ആവും. ഉറക്കം ഓക്കെ ആയാൽ അവരുടെ ഈ മെൻ്റൽ ഹെൽത്തും ഫിസിക്കൽ ഹെൽത്തും ഒക്കെ ഓക്കെ ആവും, ഇമ്മ്യൂണിറ്റി ഒക്കെ ഓക്കെ ആവും. അതിനെന്തൊക്കെ ചെയ്യണമെന്നറിയോ? ഒന്ന് ഉറങ്ങുവാൻ ഒരു കൃത്യസമയം ഫിക്സ് ചെയ്യാം. മനസ്സിലാവുന്നുണ്ടോ? അത് എത്ര ആവട്ടെ, അത് ഇന്ന സമയം മുതൽ ഇന്ന സമയം വരെ എന്ന് ഞാൻ പറയുന്നില്ല. ഒരു റെഗുലാരിറ്റി ഉണ്ടാക്കുക. അപ്പം എന്താ വെച്ചാൽ നമ്മുടെ ഈ ബയോളജിക്കൽ ക്ലോക്കിന് ഈ കറക്റ്റ് ടൈമിങ് ഇങ്ങനെ എത്തുമ്പോൾ ഉറക്കം വരണം എന്ന് മനസ്സിലായിട്ടുണ്ടാവും നമ്മുടെ ബോഡിക്ക്. ഉറക്കം വരേണ്ട സമയമായി. നിങ്ങളത് എങ്ങനെ ട്രെയിൻ ചെയ്തോ അങ്ങനെ സെറ്റാവും. അപ്പോഴും ഇപ്പോഴൊക്കെ പോയി കിടന്നുറങ്ങരുത്. ഒരു ദിവസം 11 മണിക്ക്, അടുത്ത ദിവസം 3 മണിക്ക്, ഇങ്ങനെയൊന്നും ആവരുത്. കറക്റ്റായിട്ടൊരു പാറ്റേൺ ഫോളോ ചെയ്യുക ഉറക്കത്തിന്. അതുപോലെ വേറൊരു ഐഡിയ ഉണ്ട്. ഉണർന്നു കഴിഞ്ഞാൽ എന്തായാലും രാവിലെ നിങ്ങൾ 5 മണിക്ക് ഉണരുവാണെങ്കിൽ ഒരു 6-6:30 മണിക്ക് വെയിൽ വരില്ലേ? അല്ല 6-6:30 ഉണരുവാണെങ്കിൽ എന്തായാലും സൂര്യൻ ഉദിച്ചിട്ടുണ്ടാവും. നേരെ ഒന്ന് മുറ്റത്ത് പോയി കുറച്ച് സൂര്യപ്രകാശം ഏൽക്കുക. നിങ്ങൾ കണ്ടിന്യൂ ആയിട്ട് കുറച്ച് മാസങ്ങൾ രാവിലെ 6:30-7 മണിക്കൊന്ന് സൂര്യപ്രകാശം ഏറ്റു എന്ന് വിചാരിച്ചോ. ഈ സമയത്തൊക്കെ ഉണരുന്നവരോടാണ് ഞാൻ ഈ പറയുന്നത് കേട്ടോ. സൂര്യപ്രകാശം ഏറ്റാൽ നിങ്ങളുടെ ബോഡി എന്നും സൂര്യപ്രകാശത്തെ ഏൽക്കുന്ന സമയം ഇതാണ് എന്ന് പറഞ്ഞ് ഒരു ടൈം ബയോളജിക്കൽ ക്ലോക്കിൽ സെറ്റാവും. അപ്പോൾ നിങ്ങളുടെ ബോഡിക്ക് എപ്പോൾ ഉണരണം, എപ്പോൾ ഉറങ്ങണം എന്നുള്ളതിൻ്റെ ടൈമിങ് ഗസ് ചെയ്യാൻ പറ്റും. ഇങ്ങനെ രാവിലെ എന്നും ഒന്ന് സൂര്യപ്രകാശം കൊള്ളുന്നത് അപ്പോൾ നിങ്ങളുടെ സ്ലീപ്പ് ക്വാളിറ്റി ഇമ്പ്രൂവ് ചെയ്യും. ഞാൻ സ്ലീപ്പ് ടൈമിനെ കുറിച്ചല്ല പറയുന്നേ, ശ്രദ്ധിക്കണം. ചില ആൾ 10-15 മണിക്കൂർ കിടന്നുറങ്ങുന്നുണ്ടാവും, പക്ഷെ സ്ലീപ്പ് ക്വാളിറ്റി ഉണ്ടാവില്ല. സ്ലീപ്പ് ടൈമും സ്ലീപ്പ് ക്വാളിറ്റിയും തമ്മിൽ ഡിഫറൻസ് ഉണ്ട്. നിങ്ങൾ 15 മണിക്കൂർ ഉറങ്ങി എന്നുള്ളതുകൊണ്ട് നല്ല ഉറക്കമാവില്ല. ഉറങ്ങുന്ന സമയത്ത് നിങ്ങളുടെ ഉറക്കം എത്ര ഡീപ്പാണെന്നുള്ളതാണ് ഇവിടുത്തെ വിഷയം. ഇതിന് REM സ്ലീപ്പ്, ഉറങ്ങുന്ന ആൾക്കപ്പോൾ എന്തായിരിക്കും കിട്ടുന്നത്? REM എന്ന് പറയുന്ന ഒരു സ്റ്റേജ് ഉണ്ട്, റാപ്പിഡ് ഐ മൂവ്മെന്റ് സ്ലീപ്പ് എന്നാണ് പറയുക. അതാണ് ഡീപ്പ് സ്ലീപ്പ് ആൻഡ് സൗണ്ട് സ്ലീപ്പ്. നമ്മൾ കണ്ണടയ്ക്കുമ്പോൾ കണ്ണിങ്ങനെ ചലിച്ചോണ്ടിരിക്കും.
അത് മറ്റുള്ളവർക്കേ അറിയുള്ളൂ, നമുക്ക് അറിയില്ല. അറിയില്ല. സ്വപ്നം ഉണ്ടാവില്ല അതെ. ആ സമയത്ത്, ഡിസ്റ്റർബൻസ് ഉണ്ടാവില്ല, ഒരു ബോധവും ഇല്ലാത്ത ഉറക്കം. ഇതാണ് ക്വാളിറ്റി സ്ലീപ്പ്. ഇത് എക്സ്പീരിയൻസ് ചെയ്യാതെ 100 കൂട്ടം സ്വപ്നങ്ങളും കണ്ട് ഹാഫ് സ്ലീപ്പിൽ 15 മണിക്കൂർ ഉറങ്ങിയതുകൊണ്ട് നമുക്ക് നല്ല ഉറക്കമാവില്ല. നല്ല ഡീപ്പ് സ്ലീപ്പ് നിങ്ങൾക്കൊരു 8 മണിക്കൂറോ അല്ലെങ്കിൽ 6-8 മണിക്കൂറോ ഓരോരുത്തരുടെ സ്വഭാവം പോലെ ഇരിക്കും. 6 മുതൽ 8ൻ്റെ ഇടയിൽ നമുക്ക് കിട്ടിയാൽ മതി, നല്ല ഉറക്കം കിട്ടിയാൽ മതി. ഇത് വളരെ ശ്രദ്ധിക്കണം, മണിക്കൂർ കണക്കിന് കിടന്നുറങ്ങാനുള്ള മോട്ടിവേഷൻ അല്ല ഇത്. ക്വാളിറ്റി സ്ലീപ്പ് ഉണ്ടാക്കാൻ കറക്റ്റ് സമയം പാലിക്കുക. കൃത്യമായി രാവിലെ അല്ലെങ്കിൽ വൈകുന്നേരം കൃത്യമായൊരു സമയത്ത് വെയിൽ കൊണ്ട് ശീലിക്കുക. അപ്പോൾ ബയോളജിക്കൽ ക്ലോക്കിന് ഒരു കൃത്യമായ അലാറം കിട്ടും അവിടെ. മറ്റൊന്ന്, വൈകുന്നേരം 4 മണിക്ക് ശേഷം കഫീൻ അകത്ത് പോകാതിരിക്കുക, കോഫി കുടിക്കാതിരിക്കുക. കഫീൻ അടങ്ങിയ എന്തെങ്കിലുമൊക്കെ സാധനങ്ങൾ കഴിക്കുന്നുണ്ടെങ്കിൽ അതൊന്ന് സ്റ്റോപ്പ് ചെയ്യാം വൈകുന്നേരം 4 മണിക്ക് ശേഷം. കാരണം 8 മണിക്കൂറിലധികം ഈ കഫൈൻ നമ്മുടെ ബോഡിയിലുണ്ട്, ബ്ലഡിലുണ്ടാവും. അത് ഉറക്കത്തെ റെസിസ്റ്റ് ചെയ്യും, മെലട്ടോണിനെ ഡിസ്റ്റർബ് ചെയ്യും. അതുകൊണ്ട് രാത്രി ഒരു 7 മണിക്ക് ശേഷം തീക്ഷ്ണമായ വെളിച്ചങ്ങളിലേക്ക് നോക്കാതിരിക്കുക. വീട്ടിലൊക്കെ ലൈറ്റ്സ് ഒക്കെ ഒന്ന് ഡിം ചെയ്യാനുള്ള സംവിധാനം ഉണ്ടാക്കുക, കുറച്ച് നല്ല തീക്ഷ്ണമായ വെളിച്ചം. മൊബൈൽ ഫോണൊക്കെ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ കുറച്ച് അകത്തി പിടിക്കുവാനും അതിൻ്റെ ആ ലൈറ്റ് കുറച്ചൊന്ന് നല്ലപോലെ താഴ്ത്തി വെക്കുവാനും, അതിന് ഒരു ഡാർക്ക് മോഡ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട് നമ്മുടെ മൊബൈൽ ഫോണിന്, അതിലേക്കിട്ട് യൂസ് ചെയ്യാൻ, നൈറ്റ് മോഡിലിട്ട് യൂസ് ചെയ്യാനൊക്കെ ഒന്ന് പഠിക്കുക. ഇങ്ങനെ നമ്മുടെ കണ്ണ് 7 മണി 6 മണി 7 മണിയൊക്കെ കഴിഞ്ഞാൽ പിന്നെ കണ്ണിന് സൂര്യൻ പോയില്ലേ, പിന്നെ കണ്ണ് പ്രവർത്തിക്കുന്നത് ആക്ച്വലി ബുദ്ധിമുട്ടിയിട്ടാണ്. അപ്പം അതിന് ഒരുപാട് ടോർച്ചർ ചെയ്യാതിരിക്കുക. ഇങ്ങനെയൊക്കെ ഒന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ തന്നെ നമ്മളുടെ മെലട്ടോണിൻ ഡിസ്റ്റർബ് ആവാതിരിക്കും, സിർക്കാഡിയൻ റിതം ഡിസ്റ്റർബ് ആവാതിരിക്കും. കുറച്ച് കാര്യങ്ങൾ കൂടെ ഉണ്ട്. ഉറങ്ങുന്ന മുറി, ഞാൻ മിക്കവാറും കേരളത്തിലെ മിക്ക വീടുകളിൽ ശ്രദ്ധിച്ചിട്ടുള്ളൊരു കാര്യമാണ്. ചിലപ്പോൾ കോടിക്കണക്കിന് ദശലക്ഷക്കണക്കിന് രൂപ വീടിന് വേണ്ടി മുടക്കിയിട്ടുണ്ടാവും, കാഴ്ച ഭംഗിക്ക് വേണ്ടി. പക്ഷെ ഒരു AC ഉള്ളൊരു മുറി ഉണ്ടാക്കിയിട്ടുണ്ടാവില്ല. നമ്മുടെ ശരീരം ഉറങ്ങുന്ന മുറി അത്യാവശ്യം നല്ല കൂളായിരിക്കണം. ഒന്നുകിൽ AC ഫിറ്റ് ചെയ്യണം, അല്ലെങ്കിൽ അത്തരത്തിലുള്ളൊരു അറ്റ്മോസ്ഫിയറിന് വേണ്ടി വേറെ എന്തൊക്കെ നമുക്ക് നാച്ചുറലായിട്ട് ചെയ്യാൻ പറ്റുമോ അതൊക്കെ ഒരുക്കണം. റൂമിനകത്തൊരു വാട്ടർ, എന്തെങ്കിലും ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം നിറച്ച് വയ്ക്കുക, അത് ഹ്യൂമിഡിറ്റി ബാലൻസ് ചെയ്യും റൂമിൻ്റെ. ഹൈ സ്പീഡിൽ ഫാനിട്ട് ഉറങ്ങാതിരിക്കുക. വൈകുന്നേരം ആകുമ്പോൾ വെന്റിലേഷൻസ് ഒക്കെ ഒന്ന് ഓൺ ചെയ്ത് കുറച്ച് എയർ സർക്കുലേഷൻ ഉണ്ടാക്കുക. ഇങ്ങനെ നമ്മൾ കിടക്കുന്ന മുറി കുറച്ചൊരു എയർ സർക്കുലേഷൻ ഉള്ളതായിരിക്കണം, നല്ലപോലെ കുറച്ച് കൂളായിരിക്കണം. ഹോട്ടായിട്ടുള്ളൊരു ഇതിൽ ഉറങ്ങാൻ ബുദ്ധിമുട്ടാണ്. ഉറക്കത്തെ സപ്പോർട്ട് ചെയ്യുന്ന സിസ്റ്റംസാണ് ഞാൻ പറയുന്നത്. നമ്മൾ ഉറങ്ങുന്ന മുറി 100% ലൈറ്റ് ഇല്ലാത്തതായിരിക്കണം. അത്രയും കർട്ടൻസ് വെച്ചിരിക്കണം. നമ്മൾ എവിടെയെങ്കിലുമൊക്കെ ലൈറ്റ് ഓൺ ചെയ്താൽ നമ്മൾക്ക് നമ്മുടെ ഈ സ്കിന്നടക്കം ലൈറ്റിനെ ഡിറ്റക്ട് ചെയ്യും, നമ്മൾ ഉറങ്ങില്ല കറക്റ്റായിട്ട്. അങ്ങനെയൊക്കെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റായിട്ട് നല്ലൊരു സ്ലീപ്പ് കിട്ടും. ഇതൊന്നും പറ്റുന്നില്ലെങ്കിൽ നമ്മൾ ഓഫ് കോഴ്സ് മെഡിസിൻ എടുത്തിട്ടെങ്കിലും ഉറങ്ങണം എന്നുള്ളതാണ്. ഉറക്കത്തോട് കോംപ്രമൈസ് ചെയ്താൽ ഗ്രാജുവലി ക്ലാരിറ്റി ഇൻ തിങ്കിങ് കുറയും. ഇമോഷൻസിനോടുള്ള ഡിസ്ട്രസ് ടോളറൻസ് ഉണ്ടല്ലോ, ഒരു സങ്കടം വരുമ്പോൾ കുറച്ചു നേരമൊക്കെ ഒന്ന് പിടിച്ചു വെക്കാൻ പറ്റണ്ടേ നമുക്ക്, അതൊക്കെ കുറയും. അതാണ് ഞാൻ ചോദിക്കാൻ വരുമായിരുന്നു. ഒരു പെർഫെക്റ്റ് സ്ലീപ്പ് ഫോർ എ പെർഫെക്റ്റ് മെന്റൽ ഹെൽത്ത് ആണ് നമ്മൾ പറഞ്ഞു തുടങ്ങിയതുപോലെ. അപ്പോൾ ഈ ഒരു പെർഫെക്റ്റ് മെന്റൽ ഹെൽത്ത് കിട്ടാൻ വേണ്ടിയിട്ട് സ്ലീപ്പ് ഒരുപാട് ഹെൽപ്പ് ചെയ്യും. അപ്പൊ ആ ഒരു ഹെൽപ്പ് എങ്ങനെയൊക്കെയാണ്? അതാണ് നമ്മളുടെ സ്ലീപ്പ് കുറയുമ്പോൾ ക്ലാരിറ്റി ഇൻ തിങ്കിങ് കുറയും. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഒരു ചെറിയ പ്രശ്നം വന്നു കഴിഞ്ഞാൽ നമ്മൾ ഒരുപാട് ചിന്തിക്കും, പക്ഷെ ചിന്തിക്കുന്നതിനൊരു ക്ലാരിറ്റി ഉണ്ടാവില്ല, ഒരു ഫോഗി ആയിട്ടുള്ള തോട്ട്സ് ആയിരിക്കും. മറ്റൊന്ന് ഇമോഷൻസ് പെട്ടെന്ന് ഡിസ്റ്റർബ് ആവും, നമ്മൾ ഇറിറ്റബിലിറ്റി കൂടുതലായിരിക്കും. കാരണം ഉറക്കം പോയി. വേണമെങ്കിൽ ഇത് പരീക്ഷ നോക്കിക്കോ, ഈ കാണുന്ന ആർക്കും പരീക്ഷ നോക്കാം. ഒരു ദിവസം ഉറക്കമൊഴിച്ചിട്ട് ഒരു തരി പോലും ഉറങ്ങരുത്, എന്നിട്ട് അടുത്ത ദിവസം ഒരു പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ പ്രധാനപ്പെട്ട ആളുകളൊക്കെ ആയിട്ട് ഡിസ്കഷൻ ചെയ്യാനിരിക്കുക. വളരെ ഇമോഷണലി ഹർട്ട് ചെയ്യുന്ന കാര്യങ്ങൾ സാധാരണ ഉറങ്ങിയിട്ട് ചെയ്യുന്നതിൻ്റെ ഇരട്ടിക്കിരട്ടി അവിടെ ഫൈറ്റ് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. കാരണം നമ്മൾ ഓൾറെഡി നമ്മുടെ ബ്രെയിൻ ടയേർഡാണ് അവിടെ. അതാണ് ബോഡിയും ടയേർഡാണ്, ബ്രെയിൻ ടയേർഡാണ്. അപ്പം മെൻ്റൽ ഹെൽത്തിനെ എന്തായാലും ബാധിക്കും, റിലേഷൻഷിപ്പിനെ ബാധിക്കും, പറയുന്ന വാക്കുകളിൽ അത് ബാധിക്കും. സോ നമ്മളുടെ ടോട്ടൽ മെൻ്റൽ ഹെൽത്ത് ഡൗൺ ആവും. തിങ്കിങ് ക്ലാരിറ്റി പോകുന്നു, ഡിസ്ട്രസ് ടോളറൻസ് കുറയുന്നു. അപ്പോൾ അത് ബന്ധങ്ങളെ ബാധിക്കുന്നു, വാക്കുകളിലൂടെ അത് പ്രതിഫലിക്കുന്നു, ഡിസ്റ്റർബൻസ് വ്യാപിപ്പിക്കുന്നു, ടോട്ടലി ലൈഫ് ഫ്ലോപ്പ് ആവുന്നു. ഇതിനൊക്കെ ഉപരി ബോഡിയുടെ ഇമ്മ്യൂണിറ്റിയും കുറയുന്നു, സ്ലീപ്പ് ഡിസ്റ്റർബ് ആവും. അപ്പം ഇതുകൊണ്ട് ഡെഫിനറ്റ്ലി സ്ലീപ്പ് നമ്മളെ ജീവിതത്തെ ബാധിക്കുന്നു എന്നുള്ളത് മനസ്സിലാക്കിയിട്ട് സ്ലീപ്പിന് കൃത്യമായൊരു ടൈം സെറ്റ് ചെയ്ത് ആ ഒരു സിർക്കാഡിയൻ റിതത്തിൻ്റെ അലർട്ട് ടോണുകളെ മനസ്സിലാക്കിക്കൊണ്ട് ഉറക്കം വരുന്നു എന്നുള്ളത് അറിഞ്ഞാൽ അതിനൊന്ന് മാനിച്ചുകൊണ്ട് ഉറക്കത്തെ ഒരു ഓപ്ഷനായിട്ട് കാണാതെ ഒരു മാൻഡേറ്ററി ഡിസിപ്ലിൻ ഇൻ അവർ ലൈഫ്, ജീവിതത്തിൻ്റെ 4/1 24 മണിക്കൂറുണ്ടെങ്കിൽ
അതിനെ 4-1 6 മണിക്കൂർ. 6 മണിക്കൂർ ക്വാളിറ്റി സ്ലീപ്പ് നമുക്ക് കിട്ടിയിരിക്കണം, നിർബന്ധമാണ്. എനിക്കൊരു ഇതിൽ നിന്നും കുറച്ച് മാറി എന്ന് പറയാൻ പറ്റില്ല, പക്ഷെ ഇത് തന്നെയാണ് വിഷയം. എന്നിരുന്നാലും ഈ പ്രണയിക്കുന്നവർ രാത്രിയായിരിക്കും മൊത്തം ഫോൺ ചാറ്റിങ്ങും ഒക്കെ, ഒരു 3-4 മണി വരെയൊക്കെ ആയിരിക്കും ഇവരുടെ ഫോൺ വിളികളും കാര്യങ്ങളും എല്ലാം. ഇത് കഴിഞ്ഞിട്ടായിരിക്കും ഇവർ ഉറങ്ങാൻ വേണ്ടി പോകുമ്പോൾ പിറ്റേ ദിവസം കോളേജിൽ പോവേണ്ടി വരും, സ്കൂളിൽ പോവേണ്ടി വരും. ഈ ഒരു ഇതാണ്. പിന്നെ അവിടെ പോയിരുന്ന് മൊത്തം ഒന്നും നടക്കില്ല. പിന്നെ വീണ്ടും വൈകുന്നേരം വരുന്നു, വീണ്ടും ഫോൺ എടുക്കുന്നു, വിളിക്കുന്നു. ഇത് തന്നെയായിരിക്കും. ഈ ഒരു പ്രോസസ്സിൽ പൊക്കോണ്ടിരിക്കുന്ന സ്റ്റുഡൻസിനോട് അല്ലെങ്കിൽ പ്രണയിക്കുന്ന ആൾക്കാരോട് എന്തായിരിക്കും സാറിന് പറയാം? ഒന്ന് അവർ പ്രണയിക്കുന്നതൊക്കെ നല്ല കാര്യം കേട്ടോ, പക്ഷെ അവർ ചൂസ് ചെയ്തിരിക്കുന്ന ടൈം റോങ് ആണ്. അതാണ് പ്രശ്നം. കാരണം എന്താണെന്ന് വെച്ചാൽ പ്രണയം എന്ന് പറയുന്നത് ഒരു ഓപ്ഷണൽ ആയിട്ടുള്ള കാര്യമാണ്. നമുക്ക് വേണമെങ്കിൽ പ്രണയിക്കാം, വേണമെങ്കിൽ പ്രണയിക്കാതിരിക്കാം. പക്ഷെ ഉറക്കം ഒരു ഓപ്ഷണൽ കാര്യമല്ല. ഒരു ജീവിയുടെ മാൻഡേറ്ററി ആയിട്ടുള്ള വിഷയമാണ് ഉറക്കം എന്ന് പറയുന്നത്. അപ്പം നിങ്ങൾ ഓപ്ഷണലായ ഒരു കാര്യത്തിന് വേണ്ടി മാൻഡേറ്ററി ആയ ഒരു കാര്യത്തെ കോംപ്രമൈസ് ചെയ്തിരിക്കുന്നു. അത്ര വലിയ തെറ്റാണ് നമ്മൾ ചെയ്യുന്നത്, അല്ലേ? അപ്പോൾ 2 പ്രശ്നങ്ങളുണ്ട്. ഒന്ന്, അവരുടെ അക്കാഡമീനെ ബാധിക്കും അത്. കാരണം അവർ സ്ലീപ്പ് റെഗുലറായിട്ട് ഡിസ്റ്റർബ് ആവുമല്ലേ. അവരുടെ പഠനത്തെ അവർ പ്രണയിക്കുന്നതുകൊണ്ടല്ല പഠനത്തെ ബാധിക്കുന്നത്, അവർ ഉറങ്ങാത്തത് കൊണ്ടാണ്. ഇത് മനസ്സിലാക്കണം. ചിലപ്പോൾ പ്രണയിക്കുന്നത് കൊണ്ട് ചിലപ്പോൾ പഠനമൊക്കെ നന്നാവാൻ സാധ്യതയുണ്ട്, മറ്റേ ആളുടെ മുന്നിൽ കുറച്ച് നല്ല പെർഫോമറായി കാണിക്കാനൊക്കെ വേണ്ടിയിട്ട്. പക്ഷെ ഉറങ്ങാതിരുന്നാൽ അത് പഠനത്തെ ബാധിക്കും. രണ്ടാമത്തെ വിഷയം, അവരുടെ പ്രണയത്തെ തന്നെ അത് ബാധിക്കും. കാരണം ഈ 2 മണി 3 മണി സമയമൊക്കെ ആകുമ്പോഴേക്കും നമ്മുടെ ബ്രെയിൻ പകുതി ഉറങ്ങി കഴിഞ്ഞിട്ടുണ്ടാവും അത്. പക്ഷെ അതിനെ നമ്മൾ പിടിച്ചിരുത്തുവാണ്. അപ്പോൾ അവിടെ കുറച്ച് കല്ലുകടിയുള്ളൊരു സബ്ജക്റ്റ് ചാറ്റിൽ വന്നാൽ അത് ഭൂകമ്പം ഉണ്ടാക്കും. കാരണം അതിനെ ഒരു നല്ല മീനിങ്ങിൽ എടുക്കുവാനുള്ള എബിലിറ്റി നമുക്ക് ഉണ്ടാവില്ല. കാരണം നമ്മൾ അത്രയും ഉറക്ക ക്ഷീണം ശരിക്കും നമ്മുടെ ഉള്ളിലുണ്ട്. സോ നല്ല ക്വാളിറ്റി ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പൊക്കെ നമുക്ക് ബിൽഡ് ചെയ്യണമെങ്കിൽ ഒരു ഫ്രഷ് ബ്രെയിൻ കൊണ്ട് വേണം അത് ഇരുന്ന് ചെയ്യാൻ വേണ്ടിയിട്ട്. അത് നല്ലപോലെ ഉറങ്ങി രാവിലെ എണീച്ചൊരു ഗുഡ് മോർണിംഗ് ഒക്കെ പറഞ്ഞു തുടങ്ങുന്ന പോലെ അല്ല അർദ്ധരാത്രിക്ക് ശേഷവും ചാറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ബന്ധങ്ങൾ. അപ്പോൾ ആ ബന്ധങ്ങളുടെ പ്രത്യേകത എന്താണെന്നറിയോ? നല്ല ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും, കുറച്ച് കാലത്തേക്ക് ഉണ്ടാവുള്ളൂ. അതിൻ്റെ ഇടയിൽ അത് പൊട്ടിച്ചീറ്റി പോകും. ഇതിന് റിലേഷൻഷിപ്പിൻ്റെ ഇടയിലുള്ള പ്രശ്നമൊന്നുമല്ല. ദേ ആർ ടോർച്ചറിങ് ദെയർ റുട്ടീൻ ഫോർ ദാറ്റ് റിലേഷൻ. അപ്പോൾ ആ ബന്ധം നിലനിർത്തുവാൻ വേണ്ടി അവരവരുടെ ഉറക്കത്തെയും ശരീരത്തിൻ്റെ നൈസർഗികമായ സ്വഭാവ ക്വാളിറ്റികളെയും നശിപ്പിച്ചുകൊണ്ടാണ് അവർ ചെയ്യുന്നത് എന്നുള്ളത്. ഇവരുടെ തന്നെ വായിൽ നിന്ന് അബദ്ധത്തിലുള്ള വാക്കുകൾ വീണും പ്രതികരണങ്ങൾ വീണും അത് നശിക്കും. കാരണം നമ്മുടെ ബോഡി ഈ ബന്ധത്തെ നശിപ്പിക്കുവാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ടാവും. കാരണം ഈ ബന്ധം കാരണമാണ് ഈ ഉറക്കം പോകുന്നതെന്ന് ബോഡിക്ക് തന്നെ ഒരു അവയർനെസ് ഉണ്ടാവും. അതുകൊണ്ട് എന്തെങ്കിലും ഒരു ആക്ട് നമ്മുടെ കയ്യിൽ നിന്ന് വരും. അതുകൊണ്ട് ദ ഫൈനൽ മെസ്സേജ് ഈസ് റെസ്പെക്ട് അവർ സർക്കാഡിയൻ റിതം, റെസ്പെക്ട് അവർ മെലറ്റോണിൻ സിസ്റ്റം ആൻഡ് സ്ലീപ്പ് ഒരു മാൻഡേറ്ററി പ്രോസസ്സാണ്. അതിനോട് ഒരിക്കലും കോംപ്രമൈസ് ചെയ്യാതിരുന്നാൽ നമുക്ക് മെൻ്റൽ ഹെൽത്തും നല്ലൊരു സൂത്തിങ് മാനസിക അവസ്ഥയും ലൈഫിൽ ഇങ്ങനെ കൊണ്ടുപോകാൻ പറ്റും. ഉറക്കത്തിനോട് കളിക്കുന്ന മിക്ക ആളുകൾക്കും ഒരു 5 years വരെയൊക്കെ നിങ്ങൾക്ക് കൊണ്ടുപോകാൻ പറ്റും. അപ്പോഴേക്കും ശരീരവും മനസ്സും തിരിച്ചടിക്കും. ബി അവെയർ അബൌട്ട് ഇറ്റ്. ഇനി കൂടുതലൊന്നും ഞാൻ സംസാരിക്കേണ്ട കാര്യമില്ല. അപ്പോൾ ഉറക്കത്തെക്കുറിച്ച് എല്ലാ കാര്യങ്ങളും നമ്മുടെ ലൈഫ് കോച്ച് നമ്മളോടൊപ്പം പങ്കുവെച്ച് കഴിഞ്ഞു. അത്രയും മാൻഡേറ്ററി ആയിട്ടുള്ള ഒരു കാര്യമാണ് സാർ നമ്മളോടൊപ്പം പങ്കുവെച്ചത്. എനിവേ, മറ്റൊരു സബ്ജക്റ്റുമായിട്ട് വീണ്ടും എത്താം. അതുവരേക്കും നന്ദി, നമസ്കാരം.